ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് ചെയ്യുവാണ്. പേജ് നമ്പർ 18, ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻസ് ഞാൻ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് കാരണം ബോർഡ് ചെറുതാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ ദ ഗിവൺ സീക്വൻസ് ആർ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പറയുക. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയെന്ന് എഴുതുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് എഴുതിക്കേ. ഓഡ് നമ്പേഴ്സ് സീക്വൻസ് തന്നെയാണ്. ഓഡ് നമ്പേഴ്സ് ആണ് ഒറ്റ സംഖ്യ. നമ്മൾ എത്രാം ക്ലാസ്സിലാണ്? LKG UKG വെച്ച് പഠിക്കാൻ തുടങ്ങുന്ന. UKG വെച്ച് കേട്ടോ, LKG അല്ല. അപ്പൊ എത്രയാ? 1 3 7 ആണല്ലോ ഓഡ് നമ്പേഴ്സ്. ഇതല്ലേ? അയ്യോ 5 എഴുതിയില്ല ഞാൻ മറന്നുപോയി. 7 9 ഇങ്ങനെ പോവാണ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മളപ്പോൾ അടുത്ത സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത തന്നെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 3 - 1 എത്രയാ? 2. ഇനി അടുത്ത ചെയ്ത് നോക്കാം. 5 - 3 എത്രയാണ്? 2 ആണല്ലോ. കിട്ടിയില്ലേ? അപ്പൊ എന്നാണ് നമ്മൾ എഴുതും? സ്റ്റെപ്സ് ചെയ്യാൻ നോക്കുമായിരുന്നു. കോമൺ ഡിഫറൻസ് 2. അപ്പൊ എന്തെഴുതാം? അപ്പൊ സ്റ്റെപ്പ് എഴുതണം. ഇത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യണമെന്നില്ല, ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി ഈ സ്റ്റെപ്പ് കേട്ടോ. ഈ സ്റ്റെപ്പ് നമ്മൾ സൈഡിലോട്ട് എഴുതിയിട്ടാൽ മതി. 3 - 1 is equal to 2 5 - 3 is equal to 2 അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. അതുകൊണ്ട് ഇറ്റ് ഈസ് സ്റ്റെപ്പ് എഴുതുക. ഇറ്റ് ഈസ് അരിത്തമെറ്റിക്. നിങ്ങൾ എഴുതണം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എഴുതണം. സിമ്പിൾ അല്ല, ഇത് വരും കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഇത് എന്ത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 2 മാർക്കിന് എത്ര ഇതിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാമോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇരട്ട സംഖ്യകൾ. അതായത് 2 4 6 8 ഇങ്ങനെ പോകും. നമുക്ക് കോമൺ ഡിഫറൻസ് നോക്കാം. അടുത്തടുത്ത സംഖ്യകൾ അല്ലെ, തൊട്ട് മുമ്പുള്ളതോ പുറകിലുള്ളതോ അത് കുറയ്ക്കുക. അപ്പം 4 - 2 2 ആണ്. 6 - 2 സോറി 6 - 2 അല്ല, 6 - 4 is equal to തൊട്ട് മുമ്പുള്ളത് കേട്ടോ. 6 2 അല്ല കുറയ്ക്കണ്ടേ കേട്ടോ. ഒരിക്കലും ഇവിടുന്ന് ഇവിടുന്ന് കുറയ്ക്കരുത്. ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിൽ അല്ല അതിന്റെ തൊട്ട് പുറകിൽ അതായിട്ടാ. അപ്പൊ 2. അപ്പൊ നമ്മൾ എഴുതും കോമൺ ഡിഫറൻസ് എത്രയാണ്? ഞാൻ ഷോർട്ട് ഫോം എഴുതാം, നിങ്ങൾ ഫുൾ എഴുതണം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സിമ്പിൾ അല്ലേ എന്റെ മക്കളെ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സിമ്മർ പണിയൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇത്രയും സിമ്പിൾ ആണോന്ന്. നമുക്ക് എല്ലാം ചെയ്യണ്ടേ? ഈ ചെറുത് ചെയ്ത് വന്നാലേ ഈ ചെറുത് വലുതേക്ക് അപ്ലൈ ചെയ്യണം. അതിനാ കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ, ഫ്രാക്ഷൻ ഗോട്ട് ബൈ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ ഹാഫ്. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? സീക്വൻസ് ഓഡ് നമ്പേഴ്സ് നമ്മളിപ്പോ എഴുതുള്ളൂ. ഏതൊക്കെയായിരുന്നു? 1 3 5 7. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോ എന്നാ? 1/2 3/2 5/2 7/2 ഇങ്ങനെ പോകും അല്ലേ? നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കാണാം. നമുക്ക് 3/2 നിന്ന് 1/2 സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനാ? ഫ്രാക്ഷൻ ഒക്കെ സബ്ട്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? ബേസ് സെയിം ആണല്ലോ, ഒന്നും ചെയ്യണ്ട. ബേസ് അതുപോലെ എടുത്തെഴുതി 3 നിന്ന് 1 കുറച്ചു. 2/2 എന്ന് പറഞ്ഞ ആൻസർ എത്രയാ? 1. ഇത് തമ്മിലും ചെയ്ത് നോക്കാം. 5/2 - 3/2. ഒരെണ്ണം മാത്രം ചെയ്ത് നോക്കിയിട്ട് കോമൺ ഡിഫറൻസ് എഴുതരുത് കേട്ടോ. 2 എണ്ണം ചെയ്യണം. ഇത് ഇങ്ങോട്ടും ചെയ്യണം, ഇവരെ ഇതും കൊണ്ടും ചെയ്യണം. എന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളേ. ഇവിടെ നോക്കിയേ. 5/2 - 3/2. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അങ്ങോട്ട് ചുമ്മാ എഴുതിയാൽ പോരെ. ഓക്കെ, 5 - 3 എത്രയാണ്? 2. 2/2 എന്ന് പറഞ്ഞാൽ 1. ഓ സെയിം കിട്ടിയല്ലോ. അപ്പൊ ആണോ ഇത്? അപ്പൊ നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ? 1. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സിമ്പിൾ അല്ലേ? ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ഒന്നും മറക്കരുത് കേട്ടോ. മറന്നിട്ടില്ലല്ലോ അല്ലേ? നാണക്കേടാണ്. 10ാം ക്ലാസ്സിലാണ് ഫ്രാക്ഷൻ ചെയ്യാൻ മറന്നു പറഞ്ഞാൽ കൊച്ചു ക്ലാസ്സിലെ പിള്ളേരാ 4ലും 5ലും പിള്ളേർ വന്ന് വഴക്കുണ്ടാക്കണം നിങ്ങളോട്. ഓക്കെ, അടുത്ത 4th ക്വസ്റ്റ്യൻ. എന്തിന്റെ സീക്വൻസ് ആണ്? പവർ ഓഫ് 2. സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. 2ന്റെ സീക്വൻസ് പവർ എഴുതിക്കേ. ആദ്യം ഏതൊക്കെയാണ്? 2/1 2/2 2/3 2/4. നമുക്ക് ഇതായിട്ട് എഴുതാം. 2/1 2, 2/2 4, 2/3 8, 2/4 16 അല്ലേ? അതിന്റെ പവേഴ്സ് അങ്ങനെയല്ലേ?
ആ അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിയേ. ആദ്യം കുറച്ച് നോക്കാം. 4 - 2 എത്രയാണ്? 2 അല്ലേ? 4 - 2. അടുത്തത് 8 - 4 എത്രയാണ്? 4. ഇവിടെ ഇതായിട്ട് വരുന്നുണ്ടോ? സീക്വൻസ് ആയിട്ട് വരുന്നുണ്ടോ? ആണോ? സംശയമുണ്ടോ? ഒന്നും കൂടെ നോക്കാം. 16 - 8 കിട്ടും 8. ഓ ഇല്ല, ഇവർക്ക് കോമൺ ഡിഫറൻസ് അല്ല. അപ്പൊ എന്നാണ്? നോ കോമൺ ഡിഫറൻസ്. എഴുതുക. നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. എന്നെ ആനെന്ന് എഴുതിയത് അത് ഇംഗ്ലീഷാണ്, വോവൽസ് ആണ്. അരിത്തമെറ്റിക്കിന് എ ആണ്. അപ്പൊ ഇത് നമ്മൾ എ ആണോ ചേർക്കുന്നത്? അല്ലല്ലോ, ആനല്ലേ ചേർക്കുന്നേ. കണ്ട, ഞാൻ എനിക്ക് മാത്സിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചില്ലേ ഇപ്പൊ. ഇംഗ്ലീഷ് ഗ്രാമർ ചുമ്മാ ഒരു തമാശ അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. 4 റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 0 ഒഴിച്ചുള്ള 1 2 3 4 അങ്ങനെ പോകും അല്ലെ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുക. നമുക്കറിയാം, ഏത് സംഖ്യ എഴുതിയിട്ടുണ്ടെങ്കിലും ചുമ്മാ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ അടിയിലെല്ലാം ആരുണ്ടെന്നാണ്? ഡിനോമിനേറ്റർ 1 ഉണ്ടെന്നാണ്. മനസ്സിലായോ? പക്ഷെ നമ്മളത് എഴുതാറില്ല. 1 2 3 4 എന്ന് പറഞ്ഞ് ചുമ്മാ എഴുതിയാൽ അതിന്റെ അർത്ഥം അതിന്റെ ഡിനോമിനേറ്റർ 1 ഉണ്ടെന്നാണ്. ഇനി അതിന്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതുമ്പോഴോ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. 1/1 തിരിച്ചിട്ട് 1/1 തിരിച്ചിട്ടാൽ 1/1, 2/1 തിരിച്ചിട്ടാൽ 1 മേളിൽ പോകും, 2 താഴെ വരും, 1/2. അപ്പൊ 3/1 എന്നാകും 1/3, 1/4. മനസ്സിലായോ മക്കളെ? അപ്പൊ ഏത് സംഖ്യ എടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 4 6 എടുത്ത അതിൻ്റെ ഇടയിൽ 1 ഉണ്ട് കേട്ടോ, നമ്മളത് ഇടാറില്ല. അപ്പം റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ തിരിച്ചെഴുതുക. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ 1/2. അപ്പൊ എഴുതണം സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നിങ്ങൾ എഴുതുമല്ലോ അല്ലേ? ഞാൻ സമയം കളയണമെന്ന് വെച്ചാൽ 1/1. 1/2 നിന്ന് 1/1 സബ്ട്രാക്ട് ചെയ്യണം. ഇത് ഫ്രാക്ഷൻ ആണ്, പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലല്ലോ. നിങ്ങൾ പെട്ടോ? ഇല്ല, പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാം സബ്ട്രാക്ട് ചെയ്യാൻ. 1/2 നിന്ന് 1/1 സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എളുപ്പവഴിയുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? ഈ ഡിനോമിനേറ്ററും ആദ്യത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും ആദ്യത്തെ ന്യൂമറേറ്ററും പിന്നെ 2 ഡിനോമിനേറ്റേഴ്സും നോക്കാം. 1 × 1 1. ഇവിടെ സൈൻ എന്നായിരുന്നു മൈനസ്. 2 × 1 2 ബൈ ഇനി ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ 2 × 1 2. താഴെ 2 തന്നെ വരും. നോക്കി 1 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തേ കണ്ടോ? +1 - 2. ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് എന്നാ ചെയ്യണം? വലുതിന്റെ സൈൻ. വലുത് 2 അല്ലേ? അപ്പൊ എന്നാ -1 -1/2 എന്ന് കിട്ടി. നമുക്കത് അടുത്തതൂടെ ചെയ്ത് നോക്കാം. 1/3 - 1/2. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഇൻറ്റു ചെയ്യുക, ഇവര് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പൊ എത്ര വരും? 2 × 1 2, 3 × 1 3 ബൈ 3 × 2 6 ഇവർ തമ്മിൽ. അപ്പം ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് 2 - 3 എന്ന് പറയുമ്പോൾ ഒരു -1 അല്ലേ? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ -1/6. സെയിം ആണോ? -1/2 -1/6 സെയിം ആണോ? അല്ല. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം ആണോ? അപ്പൊ എന്നായിരുന്നു? നോ കോമൺ ഡിഫറൻസ് ഇസ് ഡിഫറൻസ് എന്നോ ഡിഫറൻറ്റ് എന്നോ ഇങ്ങനെ എഴുതാം. നോ കോമൺ ഡിഫറൻസ്. അപ്പൊ എന്നാ എഴുതും? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായോ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ അടുത്തടുത്ത ടേംസ് നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. സെയിം കിട്ടിയെങ്കിൽ ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ പ്രാവശ്യം കാണുക, തന്നെ ചെയ്യുക. വീഡിയോ മാത്രം കണ്ടു പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ പഠിക്കത്തില്ല. അങ്ങനെ പഠിച്ചാൽ നമ്മൾ എഴുതിയാൽ മാത്രമേ മാത്സ് പഠിക്കത്തുള്ളൂ. കുറേ നേരം ഇത് റിപ്പീറ്റഡ് ആയിട്ട് 10 പ്രാവശ്യം എഴുതി പഠിക്കാനല്ല ഞാൻ പറയുന്നത്. 1 2 നമ്മുടെ വീഡിയോ കാണുക. നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ശരിയാണോ തെറ്റാണോ, എവിടെ തെറ്റി നോക്കി. അത് നിങ്ങൾ മനസ്സിലാകും. പിന്നെ നിങ്ങൾ മറക്കില്ല മക്കളെ. എൻ്റെ അനുഭവം പറയും. ഓക്കെ, താങ്ക് യു മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.